ചേർത്തല താലൂക്ക് ഓഫീസിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. ഹൗസിംഗ് സെക്ഷൻ പ്രവർത്തിക്കുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളാണ് രാവിലെ അടർന്നു വീണത്. ഓഫീസിലേക്ക് ജീവനക്കാരും പൊതുജനങ്ങളും എത്തിത്തുടങ്ങുന്ന സമയം ആയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കെട്ടിടത്തിന്റെ ഭിത്തികളും മേൽക്കൂരയും പലയിടങ്ങളിലും വീണ്ടുകീറിയ നിലയിലാണ്. അമലാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നത്. അമൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. ഈ സർക്കാർ ഓഫീസുകൾ, കെട്ടിടങ്ങളൊക്കെ ഇത്തരത്തിൽ പലതരത്തിൽ ഈ നിലം പതിക്കാനായ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. അവിടേക്കാണ് ഈ ആളുകൾ എത്തുന്നതും. ഇപ്പോൾ നിലവിൽ ചേർത്തലയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ നൽകാം. മഴക്കാലമാണ്. മഴയെ തുടർന്ന് പല കാലപ്പഴക്കം ചെന്ന സർക്കാർ കെട്ടിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ചേർത്തല താലൂക്ക് ഓഫീസിന്റെ ഹൗസിംഗ് സെക്ഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. ഈ സെഷൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടേക്ക് എത്താറുള്ള ജനങ്ങളും രാവിലെ എത്തിത്തുടങ്ങുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ മുകളിൽ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാളി വലിയ ശബ്ദത്തോടു കൂടി അടർന്ന് താഴേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥരടക്കം ഇരിക്കാറുള്ള കസേരയുടെയും അതോടൊപ്പം തന്നെ ഈ ഫയലുകൾ വെക്കാറുള്ള മേശയുടെയും മുകളിലേക്കൊക്കെയാണ് ഈ വലിയ കൂറ്റൻ കോൺക്രീറ്റ് പാളി അടർന്നു വീണ ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതിൽ അപകടം കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കെട്ടിടത്തിൻ്റെ പല ഭിത്തികളിലും മേൽക്കൂരയിലും അടക്കം വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഇപ്പോഴുമുണ്ട്. ഈ കെട്ടിടം പടുത സമയത്തെ കമ്പി ആകെ ദ്രവിച്ചിരിക്കുന്ന നിലയിലുമാണ് ഉള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ കെട്ടിടം മാറ്റി സ്ഥാപിക്കുവാനും ഇവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും ആ ഒരു ഓഫീസ് മറ്റൊരു സ്ഥാപനത്തിലേക്ക്, മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യമാണ് പൊതുവെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ശരി അമൽ, അമൽ സൂചിപ്പിച്ചതുപോലെ പല കെട്ടിടങ്ങളും ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്നിരിക്കുന്നതാണ്. കനത്ത മഴയെ തുടർന്നൊക്കെ അത് ഇടിഞ്ഞു വീഴാറായ നിലയിലുമാണ്. അവിടേക്കാണ് നിരവധി ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ എത്തുന്നത്. അതിൽ ശ്രദ്ധ വേണം, ജാഗ്രത വേണം എന്നുള്ളതാണ്.